പൊക്കമുള്ള ശരീരപ്രകൃതിക്കാർ മെയിനായിട്ടും സാരിയുടെ ഫാബ്രിക്സ് തിരഞ്ഞെടുക്കുമ്പോൾ സ്റ്റിഫായിട്ടുള്ള ഫാബ്രിക്സ് തിരഞ്ഞെടുക്കാൻ നോക്കുക. അതായത് കോട്ടൺ, ലിനൻ, ഓർഗൻസ, അതുപോലെ തന്നെ സിൽക്ക് കോട്ടൺ, സിൽക്ക് സാരീസ് എന്നിവ ഇവർക്ക് നന്നായിട്ട് ഇണങ്ങും. മൾട്ടി കളർ വരുന്ന സാരികൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഡബിൾ ഷെയ്ഡ് വരുന്ന സാരികൾ, ഹാഫ് ആൻഡ് ഹാഫ് സാരികൾ, കോൺട്രാസ്റ്റ് ബോർഡർ വരുന്ന സാരികൾ ഇതെല്ലാം ഇവർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പ്ലെയിൻ സാരികൾ, അതുപോലെ തന്നെ ഒരേ കളറിലുള്ള സാരിയും ബ്ലൗസും ഇതൊന്നും ഇവർ യൂസ് ചെയ്യാൻ ശ്രമിക്കരുത്. വലിയ പ്രിന്റ് യൂസ് ചെയ്യുക, തീരെ ചെറിയ പ്രിന്റുകൾ ഉപയോഗിക്കരുത്. വലിയ വലിയ പ്രിന്റുകൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഡിസൈനർ ടൈപ്പ് സാരീസ്, സ്റ്റോൺ വർക്ക് വരുന്ന സാരീസ്, ഇതുപോലെയുള്ള ഈ ടൈപ്പ് സാരികളെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സാരിയിൽ ഹൊറിസോണ്ടൽ ഡിസൈൻ വരുന്ന സാരികൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഹൊറിസോണ്ടൽ ഡിസൈൻ ഇതുപോലെ വരകൾ വരുന്ന സാരികൾ മാക്സിമം സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. വെർട്ടിക്കൽ ടൈപ്പായിട്ടുള്ള, അതായത് വെർട്ടിക്കലായിട്ട് വരകൾ വരുന്ന ടൈപ്പ് സാരികളോ ബ്ലൗസും യൂസ് ചെയ്യരുത്. ഹൊറിസോണ്ടൽ ലൈൻ വരുന്ന ബ്ലൗസുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വെർട്ടിക്കൽ ലൈൻസ് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ വൈഡ് ബോർഡർ, അതായത് വീതിയുള്ള ബോർഡർ വരുന്ന സാരികൾ മാക്സിമം യൂസ് ചെയ്യാം. എത്രത്തോളം ബോർഡറിന്റെ വീതി കൂടുന്നോ അത്രത്തോളം നമുക്ക് ഹൈറ്റ് കുറഞ്ഞു തോന്നിക്കും. അപ്പോൾ ബോർഡറിൽ വീതിയുള്ള ബോർഡർ സാരികൾ നോക്കി മാക്സിമം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കറുത്ത കളറിലുള്ള സാരികൾ യൂസ് ചെയ്യുമ്പോൾ സ്ലിം ആയിട്ട് തോന്നിക്കും. പക്ഷെ കറുത്ത കളർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് കറുത്ത കളറിലുള്ള സാരിയിൽ തന്നെ വലിയ ബോർഡർ പ്രിന്റുകൾ വരുന്ന ടൈപ്പ് സാരികൾ ഉപയോഗിക്കാം. ഇതുപോലെ ബ്ലാക്കിൽ ഇതുപോലെ പ്രിന്റും ഡിസൈൻസും വൈറ്റ് ബോർഡറും ഒക്കെ വരുന്ന സാരികൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഈ ടൈപ്പ് ബോർഡർ, ഇതൊക്കെ വീതിയുള്ള ബോർഡറുകളാണ്. മാക്സിമം വീതിയുള്ള ബോർഡറിൽ സാരികൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള ഫാബ്രിക്സ് യൂസ് ചെയ്യുക. ഇതുപോലെ ഒത്തിരി പ്രിന്റ്, ബോർഡർ, അതുപോലെ തന്നെ ഈ സ്റ്റഫ് കുറച്ച് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്റ്റഫാണ് ഇത്. ഈ ടൈപ്പ് സാരികൾ മാക്സിമം യൂസ് ചെയ്യുക.